ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് മാനന്തവാടി രൂപത തോമാട്ടുചാലിൽ വാങ്ങിയ ഭൂമിയിൽ ആദ്യ വീടിന്റെ ശിലാസ്ഥാപനം നടത്തപ്പെട്ടു. KCBC വയനാട്ടിലും വിലങ്ങാടുമായി 100ഓളം വീടുകളാണ് നിർമ്മിക്കുന്നത്. ദുരന്തബാധിതർക്കു വേണ്ടി മാനന്തവാടി രൂപതയും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. എന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു കാര്യം അതാണ്. അർഹിക്കുന്നവരെ അർഹിക്കുന്ന സമയത്ത് കൈത്താങ്ങ് കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മേൽ വന്നു ഭവിച്ച ക്ഷതമൊക്കെ മറക്കാനും പ്രത്യാശയിൽ മുമ്പോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. ഈ ദുരന്ത വിവരമറിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ കേരള കത്തോലിക്കാ സഭ ഈ പൊതുസമൂഹത്തോട് ഒരു വാഗ്ദാനം ചെയ്തു. 100 കുടുംബങ്ങൾക്ക് സഭയുടെ പ്രത്യേകമായ ഒരു സംരക്ഷണം ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ. എന്നാൽ അതിനേക്കാൾ മുൻപോട്ട് പോകുന്നതിന് KCBCക്ക് സാധിച്ചു. ജീവനോപാധികളും നമ്മുടെ കുടുംബങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കുന്നതുമെല്ലാം ഈ 100 വീടുകൾ നിർമ്മിക്കും എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞതിന്റെ ആദ്യത്തെ ശിലയാണ് മാനന്തവാടി രൂപതയിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. 1ാമത്തെ ഭവനമാണ് ഇവിടെ പണിയുന്നത്. 99 ഭവനങ്ങൾക്ക് കൂടി വിവിധ സമയത്ത് താമസിയാതെ കല്ലിട്ട് പണി ആരംഭിക്കണം എന്ന് തീവ്രമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. KCBCയുടെ സഹകരണത്തോടെ കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മാനന്തവാടി രൂപതാമിത്രാൻ മാർ ജോസ് പൊരുന്നേടം പ്രസംഗമധ്യേ അറിയിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സന്യസ്ത സമൂഹങ്ങളും അവർക്ക് ഇതിനകത്ത് കൈയച്ച് സഹായിച്ചിട്ടുള്ളവരാണ്. അവരുടെ പ്രതിനിധികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പോഴെനിക്ക് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോടെല്ലാം നന്ദി എന്നുള്ളൊരു വാക്കാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു മീറ്റിംഗിലേക്ക് കടന്നു വന്നതിൽ, ഈ ചടങ്ങിലേക്ക് കടന്നു വന്നതിൽ, അതുപോലെ നിങ്ങളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹകരിച്ചവരാണ്. ഇതിനകത്ത് സംഭാവനകൾ തന്നുകൊണ്ട് അല്ലാതെ പല രീതിയിലായിട്ട് സ്വാഭാവികമായിട്ടും ഈ വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക്, പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിലുള്ള JPD ജസ്റ്റിസ് ആൻഡ് പീസ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷന്റെ നേതൃത്വത്തിലാണ്. ഇതിന്റെ ചെയർമാൻ ഇന്നിവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെയും ആശംസകൾ ഏറ്റിന് പകരമായിട്ട് ഇതിന്റെ സെക്രട്ടറി ഇവിടെയുണ്ട്, ബഹുമാനപ്പെട്ട മാവങ്കലച്ചൻ. അതോടൊപ്പം ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്. നമ്മുടെ ഈ കോർ കമ്മിറ്റി, മാനന്തവാടിയുടെ കോർ കമ്മിറ്റിയുടെ അംഗങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. യോഗത്തിൽ KCBCയുടെ ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് മാവുങ്കൽ പുനരധിവാസ പ്രോജക്ട് വിശദീകരിച്ചു. ഇതിനോടകം തന്നെ ഒരു കൺസോർഷ്യം മോഡലിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ പ്രദേശത്തുള്ള 4 രൂപതകളും അതുപോലെ തന്നെ കേരള സോഷ്യൽ സർവീസ് ഫോറവും കാരിത്താസ് ഇന്ത്യയും CRS എന്നുള്ള സ്ഥാപനം കൂടി ചേർന്നാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ രൂപതകളോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ആ ജനങ്ങളുടെ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇവയെല്ലാം നിർവഹിക്കുന്നത്. ഇതിനോടകം തന്നെ ആ അവശ്യഘട്ടത്തിൽ അവർക്ക് സഹായധനമായിട്ട് 9,500 രൂപ വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 925 പേർക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞതും 900 പേർക്കുള്ള ജീവനോപാധി പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ തുടങ്ങാൻ സാധിച്ചതെല്ലാം എടുത്തു പറയപ്പെടേണ്ട ഈ സഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ചടങ്ങിൽ ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA മാരായ IC ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സദ്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജിനോസ് പാലത്തടത്തിൽ, മാനന്തവാടി രൂപത പ്രൊക്രേറ്റർ ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ, രൂപത പുനരധിവാസ കമ്മിറ്റി വൈസ് ചെയർമാൻ സെബാസ്റ്റ്യൻ പാലംപറമ്പിൽ, PRO സാലു എബ്രഹാം മേച്ചേരിൽ എന്നിവർ പ്രസംഗിച്ചു. അമ്പലവയൽ, മേപ്പാടി പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, മാനന്തവാടി, ബത്തേരി, കോഴിക്കോട് രൂപതകളിൽ നിന്നുള്ള ധാരാളം വൈദികരും സന്യസ്തരും മറ്റ് സഹകാരികളും ഉരുൾപൊട്ടൽ ദുരിതബാധിതരും ചടങ്ങിൽ പങ്കെടുത്തു. ഷെക്കിനായ് ന്യൂസ്, വയനാട്.